പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എന്നോടൊപ്പം വചനവായനയിൽ പങ്കെടുക്കുവാനായും എത്തിയിരിക്കുന്ന നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നാം ഈ ദിവസങ്ങളിലായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം കൂടി കയ്യിലെടുത്ത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 15-ാം അധ്യായം മുതൽ 36-ാമത്തെ വചനം മുതലാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. സാധിക്കുന്നവരെടുക്കുക, പ്രാർത്ഥനയിലായിരിക്കുക, വിശ്വാസമുള്ളവരായിരിക്കുക. നമുക്ക് പ്രത്യാശയോടെ വചനത്തിന് വേണ്ടി മാറ്റിവയ്ക്കുന്ന സമയം കർത്താവ് നമുക്ക് അത് അനുഗ്രഹദായകങ്ങളാക്കി മാറ്റും. തീർച്ചയായിട്ടും വിശ്വസിക്കുക. പ്രാർത്ഥിപ്പിക്കുവാനോ യാതൊരു യോഗ്യതയുമില്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ നൽകുന്ന പ്രോത്സാഹനം കൊണ്ട് ഞാൻ വചനവായനയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. സങ്കീർത്തനം 107:19. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു. സങ്കീർത്തനങ്ങൾ 107:19. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 36 മുതൽ ഉള്ള തിരുവചനങ്ങളാണ് നമുക്കിന്ന് ശ്രവിക്കേണ്ടത്. പൗലോസും ബർണ്ണബാസും വേർതിരിയുന്നു എന്ന ഭാഗമാണ്. നാം പെന്തക്കോസ്താ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളമായി നിറയുന്നതിന് ഈ വചനവായനയിലൂടെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനവായനയിലേക്ക് കടക്കാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും 15-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ. പൗലോസും ബർണ്ണബാസും വേർപിരിയുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർണ്ണബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്നറിയാം. മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബർണ്ണബാസ് ആഗ്രഹിച്ചു. എന്നാൽ പാംഫീലിയായിൽ വെച്ച് തങ്ങളിൽ നിന്നും പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു പൗലോസിൻ്റെ പക്ഷം. ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു. ബർണ്ണബാസ് മാർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി. പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു. സഹോദരരെല്ലാം അവരെ കർത്താവിൻ്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു. അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെയും കിലിക്കിയയിലൂടെയും സഞ്ചരിച്ചു. തിമോഥെയോസ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 16. ദെർബ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പത്രോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. എന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ലിസ്ത്ര, ഇക്കോണിയം എന്നിവിടങ്ങളിലെയും സഹോദരർക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. അവനെ തൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ പൗലോസ് തീരുമാനിച്ചു. ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. എന്തെന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു. ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും
എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു. തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. ത്രോവാസിലെ ദർശനം. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീലിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. മിസിയാക്കാർ അടുത്തു വന്നപ്പോൾ ബിഥിനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. തന്മൂലം മിസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. മക്കദോനിയാക്കാരനായ ഒരുവൻ അവൻ്റെ മുൻപിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മക്കദോനിയക്കാരെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ നിമിഷങ്ങൾ നാം കർത്താവിൻ്റെ വചനം വായിക്കുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. 16-ാം അധ്യായം 15-ാം അധ്യായം വായിച്ചു കഴിഞ്ഞു. 16-ാം അധ്യായം 10-ാം തിരുവചനം വരെയാണ് നാം വായിച്ചു നിർത്തുന്നത്. തുടർച്ച അടുത്ത ദിവസം നമുക്ക് ശ്രവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം അത്രയും യേശുവിലുള്ള പരിപൂർണ വിശ്വാസം കൊണ്ട് ആ വിശ്വാസത്തിൽ സ്ഥിരമുള്ളതാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം വായിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. അവിടുത്തെ സഭ വളർന്നു വരുന്നതിൽ സഹിച്ച പീഡനങ്ങളും ആ ഞെരുക്കങ്ങളുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും വിശ്വാസത്തിൽ ആഴപ്പെടാം. ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്ദി.